ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ 25 നടന്ന 70/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നൈറ്റ് വാച്ച്മാൻ, പ്യൂൺ, റൂം അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലേക്കായി കേരള PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഈ തന്നിട്ടുള്ള സംഭവങ്ങളെയൊക്കെ കാലഗണനാക്രമത്തിലാക്കാനാണ് ചോദ്യം. അപ്പോൾ ഇവയെ കാലഗണനാക്രമത്തിലാക്കണമെങ്കിൽ നമുക്ക് ഇവ ഓരോന്നും നടന്നത് ഏത് വർഷമാണെന്ന് അറിയണം, അല്ലേ? അപ്പോൾ ഇത് ഓരോന്നും നടന്ന വർഷങ്ങൾ ഞാൻ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് 1896 1896 ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1924 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 1931 ഗുരുവായൂർ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1947 മുതൽ 48 വരെയാണ്. 1947 മുതൽ 48 വരെയാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് കൊടുത്തിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെയാണ്, കാലഗണനാക്രമത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഈഴവ മെമ്മോറിയലാണ്, അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്, അത് കഴിഞ്ഞാണ് ഗുരുവായൂർ സത്യാഗ്രഹം, ഏറ്റവും അവസാനമാണ് പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1, 2, 3, 4 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി. അടുത്ത ചോദ്യം: 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? അത് ലോർഡ് കഴ്സനാണ്. ലോർഡ് കഴ്സനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഏത് വർഷം? അത് 1900 1900 ലോർഡ് കഴ്സന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും ശരിയായിട്ടുള്ള ജോഡികളാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് ആരാ? അത് വാഗ്ഭടാനന്ദനാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടതാണ് സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്, പത്രപ്രവർത്തകനാണ്, അതുപോലെ എഴുത്തുകാരനാണ്. പിന്നെ സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സ്വദേശാഭിമാനി പത്രം 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിക്കുന്നത്. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട 3 പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒന്ന് മുസ്ലിം, രണ്ടാമതായി അൽ ഇസ്ലാം, മൂന്നാമതായി ദീപിക. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക, ഈ 3 പ്രസിദ്ധീകരണങ്ങളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്ത മൂന്നാമതായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടതാണ് ആത്മാനുതാപം. ആത്മാനുതാപം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു ദീർഘകാവ്യമാണ്. അത് എഴുതിയിട്ടുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇദ്ദേഹം തന്നെയാണ് ചാവറ അച്ഛൻ എന്നറിയപ്പെടുന്നത്. ചാവറ അച്ഛൻ എന്നറിയപ്പെടുന്നത് ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ആത്മാനുതാപം എഴുതിയതാരാ? ചാവറ അച്ഛൻ, അല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ഇത് 3 ശരിയായിട്ടുള്ള ജോഡികളാണ്. അടുത്ത ചോദ്യം: സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം ആരംഭിച്ചത്. സമത്വ സമാജം ആരംഭിച്ചതാരാ? വൈകുണ്ഠസ്വാമികൾ. വൈ സമം വൈ എന്ന് ആലോചിച്ചാൽ മതി. വൈ സമം വൈ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അടുത്ത ചോദ്യം: 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? അത് DK കാർവെയാണ്. DK കാർവെയാണ് 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? അത് ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് ബംഗാൾ.
ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് ബോംബെ സമ്മേളനത്തിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ്? അത് ലോകസഭയിലാണ്. മറ്റ് പല ബില്ലുകളും നമുക്ക് വേണമെങ്കിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം. ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. എന്നാൽ മണി ബില്ല് അല്ലെങ്കിൽ ധനബില്ലിൻ്റെ പ്രത്യേകത എന്താ? അത് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലായിരിക്കണം. എവിടെയാണ്? ലോകസഭയിലായിരിക്കണം ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? അത് ഹൈക്കോടതിയെയാണ് അനുച്ഛേദം 226 പ്രകാരം മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സമീപിക്കാൻ കഴിയുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്. അതായത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അത് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ്, രണ്ടും യൂണിയനും വരും സ്റ്റേറ്റും വരും, രണ്ടിലും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. സോ വിദ്യാഭ്യാസം ഏതിലാണ് വരുന്നത്? അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? അത് 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? അത് JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഞാനിവിടെ ശരിയായത് മാത്രം പറയാം. തെറ്റായത് വായിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലേക്ക് വരും. അപ്പോൾ ആ തെറ്റായ ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ മാത്രം ഇവിടെ പറയാം. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അത് ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതും ശരിയാണ്. അതുപോലെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അതുപോലെ രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി? അത് VP മേനോനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗുൽസരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? അത് ചൈനയുമായാണ് ഇന്ത്യ 1954 പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? അത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലമാണ് വാരണാസിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച് വിജയിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? അത് വാരണാസിയാണ്. അതുപോലെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ V നാരായണനാണ്.
ഇതിനു മുമ്പുണ്ടായത് എസ് സോമനാഥാണ്. എന്നാൽ ഇപ്പോൾ ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ് മഹാനദി, അത് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദ, അതും ശരിയാണ്. കൃഷ്ണരാജസാഗർ കാവേരി, അതും ശരിയാണ്. നിസാം സാഗർ ഗോദാവരി, അതും ശരിയാണ്. അപ്പോൾ ഹിരാക്കുഡ് എന്ന് പറയുന്നത് മഹാനദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള ജോഡികളാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല. അടുത്ത ചോദ്യം, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെ. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇതിലെ സവിശേഷതകളായത് പറയാം. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. അത് ശരിയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ്, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് 1ഉം 4ഉമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു എന്ന് പറയുന്നതും നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതും ഇതിൻ്റെ സവിശേഷതകളല്ല, ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ല. അടുത്ത ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയാണ് ബ്രഹ്മപുരം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. മതികെട്ടൻ ചോല 2023 ദേശീയോദ്യാനമായത്. ഇരവികുളവുമായി ബന്ധപ്പെട്ടതാണ് നീലഗിരി താർ ഇരവികുളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീലഗിരി കുന്നുകൾ. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? അതാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാനായി ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ്. അടുത്ത ചോദ്യം, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ ടൈഗർ റിസർവ് ആണ് ആദ്യകാലങ്ങളിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. പഞ്ചായത്താണ് പുല്ലമ്പാറ. അടുത്ത ചോദ്യം, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതു കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. ഈ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മഴനിഴൽ പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. അപ്പോൾ അതിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ, അത് ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ്. കല്ലടയാറിൻ്റെ പതന സ്ഥാനമാണെന്ന് പറഞ്ഞതും മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞതും തെറ്റാണ്. അത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇതിൻ്റെ തെറ്റായതെന്ന് പറയുന്നത് 1ഉം 4ഉമാണ്. 1ഉം 4ഉം തെറ്റാണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. എന്താണ്?
മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായത് മാത്രം പറയാം. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. 3ഉം 4ഉം കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ്. ഒന്നുകൂടി പറയാം, കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? മലപ്പുറത്താണ്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള ജോഡികളാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. അത് നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിമ്മർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വാൽ കിമ്മർ. അടുത്ത ചോദ്യം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ടത് ചൈനയാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം. ഇനി ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ടതാണ് ബൂവർ യുദ്ധം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ചൈനയല്ല, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഫ്രാൻസിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. അത് ശരിയാണ്. അപ്പോൾ ശരിയായത് മാത്രം പറയാം. ബോക്സർ കലാപം എവിടെയാണ്? ചൈന. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഓക്കെ, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിലാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലാണ്. ബോക്സർ കലാപം ചൈനയിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം കോകില സന്ദേശത്തിലാണ് കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. അത് ആദ്യം നമ്മൾ ഭൂമിയുടെ പാളികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറത്തെ പാളിയാണ് ഭൂവൽക്കം. കുറച്ച് വലുതാക്കാം. ഏറ്റവും പുറത്തെ പാളിയാണ് ഭൂവൽക്കം. ഇതാണ് ഭൂവൽക്കം. ഏറ്റവും പുറത്തെ പാളിയാണ് ഭൂവൽക്കം. അതിനുള്ളിലാണ് മാൻഡിൽ വരുന്നത്. അതിൻ്റെയും ഉള്ളിലാണ് പുറക്കാമ്പ്. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ കോർ അതാണ് അകക്കാമ്പ്. ഏറ്റവും ഉള്ളിലാണ് അകക്കാമ്പ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പോൾ അതിനെ നമ്മൾ ഭൂമിയെ ഈ ഒരു രീതിയിൽ മുറിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും പുറത്തുള്ളത് ഭൂവൽക്കാണ്. പിന്നെ ഒരു അപ്പർ മാൻഡിൽ വരുന്നുണ്ട്. അതിന് താഴെ മാൻഡിൽ, അതിൻ്റെയും താഴെ പുറക്കാമ്പ്, ഏറ്റവും താഴെയായിട്ട് അകക്കാമ്പ്. ഓക്കെ. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതിയാൽ എങ്ങനെ വരിക? അത് വരുന്നത് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നുള്ള രീതിയിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് പറയാം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അത് ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അതും ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 1, 4, 6 അത് വെറുതെ വായിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അത് വായിച്ചിട്ട് ചിലപ്പോൾ അത് മനസ്സിലേക്ക് കയറിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കറുപ്പിക്കും. അതുകൊണ്ടാണ് അത് വായിക്കാത്തത്. ശരിയായിട്ടുള്ളത് മാത്രം വായിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഒഡീഷ.
സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫംഗസ്. കരിമ്പൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. കരിമ്പൻ എന്താണ്? ഒരു ഫംഗസ് ആണ്. ഫംഗസ്. അടുത്ത ചോദ്യം, നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. നാഗപതിവെക്കൽ നടത്തുന്നതിന് ഉദാഹരണമാണ് കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സംസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോ ഒരു ചെറിയ സ്പെൽ മിസ്റ്റേക്കോ മറ്റോ ഉണ്ടായിട്ട് ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം അതിലുണ്ടായിരുന്നു, പക്ഷെ എന്തോ ചെറിയ സ്പെൽ മിസ്റ്റേക്കോ മറ്റോ കാരണം PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിൽ ആന്തര സംസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത്. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. സി അസ്കോർബിക് ആസിഡ്. സി അസ്കോർബിക്. സി അസ്കോർബിക് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വിറ്റാമിൻ സി ആണെന്ത്? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. രണ്ടിലും സ ഉണ്ട് അല്ലേ? സി സ. അസ്കോർബിക്കിലെ സ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെക്കുക. അസ്കോർബിക് ആസിഡാണ് വിറ്റാമിൻ സി. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? അത് ഇന്ത്യ പാകിസ്ഥാൻ ഉടമ്പടിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഉടമ്പടിയാണ് സിംല കരാർ. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ഒരേ ചോദ്യത്തിൽ ഏകദേശം ഒരുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നതുണ്ടോ? അപ്പോൾ സിംല കരാർ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടി. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്. അപ്പോൾ നോബൽ സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവണം. 2023 കഴിഞ്ഞ് 2024 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതി പോകാൻ പറ്റും. അടുത്ത ചോദ്യം, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? അത് ഈ ഓപ്ഷനിലുള്ളത് കൂടിയാട്ടം മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷനിൽ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരള കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. എന്നാൽ കൂടിയാട്ടം മാത്രമല്ല, മുടിയേറ്റിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടവും ഉണ്ട്, മുടിയേറ്റും ഉണ്ട്. കൂടിയാട്ടവും ഉണ്ട്, മുടിയേറ്റും ഉണ്ട്. അടുത്തത്, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ സമീർ വി കാമത്താണ്. സമീർ വി കാമത്ത്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ സമീർ വി കാമത്ത്. അടുത്ത ചോദ്യം, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ശരിയായത് മാത്രം പറയാം കേട്ടോ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഏത് പദാർത്ഥത്തിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമിൻ. സിങ്കിൻ്റെ ഒരു അയിരാണ് കലാമിൻ. അപ്പോൾ കലാമിനിൽ നിന്നാണ് വളരെ എളുപ്പത്തിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. അത് ശരിയാണ്. എന്നാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് അല്ല, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? അതാണ് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ്. പ്രോട്ടോണും ന്യൂട്രോണും കണ്ടുപിടിച്ചവർ തമ്മിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളത് പറയാം. ഇലക്ട്രോൺ JJ തോംസൺ. ഇലക്ട്രോൺ JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡാണ് പ്രോട്ടോൺ. ന്യൂട്രോൺ ചാഡ്വിക്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല.
മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയല്ലേ. എന്താണിത്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ആര്? ഹൈഡ്രജൻ. അതിൻ്റെ മാസ് നമ്പറാണ് 1 അല്ലേ. മാസ് നമ്പറാണ് 1. അടുത്ത ചോദ്യം, താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അത് ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അതും ശരിയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? അത് സാൽമോണല്ല ടൈഫിയെ തിരിച്ചറിയാനാണ് വൈഡൽ പരിശോധന നടത്തുന്നത്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉണ്ടായത് മോണോസൈറ്റ് മാത്രമാണ്. ഒന്നും മോണോസൈറ്റ് മാത്രമല്ല, ന്യൂട്രോഫിലും എന്താണ് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ്. അപ്പോൾ രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം എന്ന് പറയുന്നത് മോണോസൈറ്റും ഉണ്ട് ന്യൂട്രോഫിലും ഉണ്ട്. മോണോസൈറ്റും ഉണ്ട് ന്യൂട്രോഫിലും ഉണ്ട്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ് 9 മുതൽ 11 mg. 9 മുതൽ 11 mg ആണ് കാൽസ്യത്തിൻ്റെ രക്തത്തിലെ സാധാരണയായിട്ടുള്ള അളവ്. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. വിറ്റാമിൻ K ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികൾക്ക് മിഠായി ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി ഏത്? അത് നെയ്ഗ്ലേരിയ ഫൗലേരിയ ആണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാണ് നെയ്ഗ്ലേരിയ ഫൗലേരി. അടുത്ത ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? അത് ആശാധാരക്കാണ്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചതാർക്കാ? ആശാധാരക്ക്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? അത് 0.8 സെക്കൻഡാണ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായത്. GK പാർട്ടിൽ വന്ന ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്